ഒരു അമ്പലത്തിനൊരു തടി വെട്ടാൻ ഇവിടെ നല്ല ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞു. സോമൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ അറിയാമോ? താങ്കൾക്ക് വല്ലതും പരിചയമുണ്ടോ? മുഖത്ത് കണ്ണാടി വെച്ചോണ്ട് കണ്ണാടി തപ്പുന്നു. ചേട്ടാ, ഞാനാണ് എം ജിംസോമൻ. നേരത്തെ പറയേണ്ടത്. ആ, ഞാനിപ്പം എൻ്റെ മക്കളും ഞാനിവിടെയൊക്കെയാ വെട്ടുക. ഞാൻ നേതൃത്വം കൊടുക്കുക, മക്കൾ കയറി വെട്ടുക. അപ്പോൾ ചേട്ടൻ്റെ അമ്പലം വെട്ടി ആഞ്ഞില് പണി കാര്യോ? ഓ, തെറ്റിപ്പോയി. ആഞ്ഞില് വെട്ടി അമ്പലം പണിയാണ്. നോക്കണം, വാടകാരിയെല്ലാം ഞാൻ നോക്കണം. സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേറ്റും പറയണം. ക്ഷേത്ര കാര്യങ്ങൾക്ക്, പള്ളി കാര്യങ്ങൾക്കും ദേവാലയങ്ങളുടെ കാര്യങ്ങൾക്കും ഒന്നും ഞാൻ റേറ്റ് പറയാനില്ല ചേട്ടാ. അതെല്ലാം ഒരു ദൈവകാര്യങ്ങളാണ്, ഞാനിത് ചെയ്യാം. അപ്പം വേറൊരു കാര്യമാണ്, ഇതിന് മുമ്പൊരു മരപൂജ എന്ന് പറഞ്ഞിട്ടുണ്ട്, വൃക്ഷപൂജ. ആ, ശബരിമല തേക്ക് ഇപ്പൊ കൊടിമരം നിൽക്കുന്നത് 1 മാസത്തിന് മുമ്പ് പോയി പൂജ ചെയ്തിട്ടാണ് അത് വെട്ടിയത്. ആ, വൃക്ഷപൂജ നടത്തിയതിന് ശേഷം നല്ല ഒരു സമയം നോക്കിയിട്ട് ചേട്ടാ ഞാൻ അങ്ങോട്ട് വരാം. വന്നിട്ട് നമ്മളതിൻ്റെ സമയം അങ്ങ് ഫിക്സ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് പെറ്റിക്കോട്ട് പോകണം, മണ്ണാറശാലയിൽ പോകണം. അല്ലയോ? അല്ല. ആ, ശരി. എന്നാലും അതിന് ചില പൂജകളൊക്കെ നടത്തിയതിനു ശേഷം നമുക്ക് താങ്കളുടെ ഫോൺ നമ്പർ എന്ന് തന്നേരെ, ഞാൻ വിളിക്കാം. എന്റെ ഫോൺ നമ്പരോ? 95 62 67 ഞാൻ ഇത്ര പ്രായമുള്ളവനാ. ഞാന് എഴുത്തന്നാ മതി. കമ്പ്യൂട്ടർ പഠിച്ചവനാ. ആ, ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചാൽ എന്തിനാണോ ഈ മരം വെട്ടിന് നടക്കുന്നത്? വീട്ടിൽ ഇരുന്ന് കുത്തിയാ കാശ് കിട്ടത്തില്ലയോ? കമ്പ്യൂട്ടർ പണിയത്തിന് ആന്ന് വന്നാൽ ഞാനെങ്ങനെ പിന്നെ ജിംസോമനാവുന്നത്? ഞാൻ ഫിസിക്കലായിട്ടുള്ള പണികളൊക്കെ ചെയ്താണ് ഞാൻ ജിംസോമൻ നേരിട്ടത്. അപ്പൊ പണ്ട് ജിമ്മിൽ പോയിട്ടില്ല? പിന്നെ ജിമ്മിൽ പോകാതെ ജിമ്മാകാൻ നോക്കൂ. പിന്നെ ഇപ്പൊ പറയുന്നത് തടി വെട്ടിയ ജിമ്മുണ്ട്. അതൊക്കെ ആയിരിക്കട്ടെ. പിന്നെ തമാശകളൊക്കെ പിന്നീട്. ഒരു കാര്യം ചെയ്യും, അടുത്ത വ്യാഴാഴ്ച ഞാൻ എൻ്റെ മോൻ വിക്രമാദിത്യനോട് ഒന്ന് ചോദിക്കട്ടെ, അയാൾക്ക് എന്നാ അവധി പറ്റുമെന്ന്. കോന്നി തടിവെട്ടുണ്ട്, റാന്നി തടിവെട്ടുണ്ട്. ശരി കേട്ടോ, നമുക്ക് ദേവി കാര്യമല്ലയോ, നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. സന്തോഷം. ദക്ഷിണ വല്ലതും വേണോ? ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഓ ശരി, താങ്ക് യു.